ജീവജാലത്തിലൊക്കെയും മുളപ്പിച്ചു വളർത്തുന്ന ദേവി രോഹിണിയെ തൊഴാം. എന്താണ് ഈ രോഹിണി ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തില്? അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. മുജ്ജന്മകർമ്മ ബീജങ്ങൾ ജീവജാലത്തിലൊക്കെയും മുളപ്പിച്ചു വളർത്തുന്ന ദേവി രോഹിണിയെ തൊഴാം. നവരാത്രിയുടെ പ്രത്യേകതയില് ഈ ദേവിയുടെ നവഭാവങ്ങളില് കുമാരിമാരെ 2 വയസ്സ് മുതൽ 10 വയസ്സ് വരയ്ക്കുള്ള കുട്ടികളെ ഓരോ വയസ്സിനും ഓരോ പേരുണ്ട് ദേവിയുടെ ഭാവങ്ങൾ. ഇപ്പോൾ 2 വയസ്സുള്ള കുട്ടി കുമാരി, 3 വയസ്സുള്ളത് ത്രിമൂർത്തി, 4 വയസ്സുള്ള കുട്ടി കല്യാണി, 5 വയസ്സുള്ളത് രോഹിണി, 6 വയസ്സുള്ളത് കാളിക, 7 വയസ്സാവുമ്പോൾ ശാംഭവി, 8 വയസ്സാവുമ്പോൾ ദുർഗ, 9 വയസ്സാവുമ്പോൾ സുഭദ്ര എന്ന് പറഞ്ഞ ഭാവത്തില് കുട്ടികളെ ദേവിമാരായിട്ട് സങ്കല്പിച്ചിട്ട് ഈ ദേവിയുടെ ഈ ഭാവത്തിൽ സങ്കല്പിച്ചിട്ട് കുട്ടികളുടെ കാല് കഴുകിച്ച് പുഷ്പഗന്ധാദികളോട് കൂടിയിട്ട് അവരെ പൂജിച്ച് ആഭരണങ്ങൾ അവരെ നൽകി പ്രീതിപ്പെടുത്തിക്കൊണ്ട് നേദ്യം വെച്ച് നേദ്യം അവരെ കൊണ്ട് കഴിപ്പിച്ച് നേദ്യം നമ്മൾ ക്ഷേത്രങ്ങളിൽ അകത്ത് ശ്രീകോവിലിൽ ചെയ്യുന്ന നേദ്യം ശ്രീകോവിലിൽ നേദ്യം വെച്ച് കൊടുക്കുന്ന പോലെ ആ നേദ്യം നമ്മൾ കുട്ടികളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് അവരെ സന്തുഷ്ടമാക്കിയിട്ട് ദേവി ഭാവത്തിൽ ദേവിയെ സംതൃപ്തരാക്കുന്നു എന്ന സങ്കല്പത്തിൽ ഈ നവരാത്രി കാലത്ത് ചെയ്യുന്ന അതിവിശിഷ്ടമായിട്ടുള്ളൊരു പൂജയാണ്. ഇങ്ങനെ മന്ത്രത്തോട് കൂടിയിട്ട് ഓരോ വയസ്സുള്ള കുട്ടികളുടെയും ഓരോ ഭാവത്തിൽ ഉള്ള കുട്ടികൾക്കുള്ള മന്ത്രങ്ങളാണ്. മന്ത്രം ചെയ്ത് ആചാര്യൻ മന്ത്രം പറഞ്ഞുകൊണ്ട് കുട്ടികളെ പൂജിച്ച് അവർ സന്തുഷ്ടരാക്കി എടുക്കുന്നു. നമ്മൾ ദേവിയുടെ ആ ഒരു അനുഗ്രഹവും പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവരിലേക്കും, ഈ കൂടിയിരിക്കുന്നവരിലേക്കും, ഈ കുട്ടികളിലേക്കും. പിന്നെ അവർ ദേവി സങ്കല്പമാണ്. പ്രായം അവിടെ വ്യത്യസ്തമല്ല. അച്ഛനും മുത്തശ്ശനും അമ്മാവനും ഒക്കെ ആയിട്ടുള്ളവരും അമ്മയും അച്ഛനുമായിട്ടുള്ളവരും എല്ലാം ഈ കുട്ടികളെ നേദ്യം കഴിഞ്ഞതിന് ശേഷം അവരെ നമസ്കരിച്ചു പോകുന്ന ആ ഒരു രീതിയാണ് ഈ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാണ് കുമാരി പൂജ എന്നുള്ള രീതിയിൽ ദേവി ഭാഗവതത്തിന്റെ ഒപ്പം അനുഷ്ഠിച്ചു വരുന്ന കാര്യം. ദേവി നാരായണ, ലക്ഷ്മി നാരായണ, വജ്രേ നാരായണ, ദുർഗേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, വജ്രേ നാരായണ, ദുർഗേ നാരായണ. കുമാരി പൂജ ആചാര്യൻ സമാരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ 2 വയസ്സുള്ള കുട്ടി, 3 വയസ്സുള്ള കുട്ടി, 4 വയസ്സുള്ള കുട്ടി, 5, 6, 7, 8, 9, 10 എന്നുള്ള നിലയ്ക്കാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ദേവിമാര് ഇപ്പോൾ ദേവി രൂപാവത്തിലാണ് ആചാര്യൻ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുമാരി പൂജയിൽ ആദ്യം കുമാരി 2 വയസ്സുള്ള നാരായണ എന്നുള്ള നാമജപങ്ങളെ മുഖരിതമാക്കേണ്ടതാണ്. കുമാരി പൂജയാൽ ദുഃഖദാരിദ്ര്യങ്ങൾ നശിച്ചിടും. ത്രിമൂർത്തി പൂജയാൽ ആയുസ്സും ധനധാന്യവും ധർമാർത്ഥകാമഫലവും ലഭിച്ചിടും. നമുക്ക് ഈ ഫലങ്ങളെ കുറിച്ച് കേൾക്കുമ്പോഴാണ് അതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് കൂടുക, അല്ലേ? അപ്പൊ ആ ഫലപ്രാപ്തിയാണ് പറയുന്നത്. വിദ്യാർത്ഥിയും ജയം രാജ്യം ഇവ വേണ്ടുന്ന മന്നനും സുഖാർത്ഥിയും വാഞ്ചിതം 4 കല്യാണി പൂജ ചെയ്യണം. ശത്രുശാസത്തിനായി ഭക്തിയ കാളിക പൂജ ചെയ്യണം. ചണ്ഡിക പൂജയാലുണ്ടാം ഐശ്വര്യം ധനം എന്നിവ. ശാംഭവി പൂജയാൽ നേടാം ദുഃഖദാരിദ്ര്യമോചനം. പോരിൽ ജയവും എന്നല്ല കൊള്ളാം വശ്യത്തിനും നൃപ. ദുഷ്ടശത്രുക്കൾ മുടിയാൻ ഉഗ്രകർമ്മങ്ങൾ നേടുവാൻ പരലോകസുഖം നേടാൻ ഭക്തിയ പൂജിക്കുക ദുർഗയെ. നവാഭീഷ്ടങ്ങളും നേടാൻ പൂജിക്കുക സുഭദ്രയെ. നിശേഷ രോഗശാന്തിക്കായി രോഹിണി പൂജ ചെയ്യണം. ശ്രീരസ്തുവെന്ന മന്ത്രത്താൽ ഭക്തിയ പൂജിക്കണം. തഥാ ശ്രീമന്ത്രം ചേർത്തന്യ ബീജമന്ത്രത്താലും അതായിടാം. കുമാരതത്വങ്ങളെയും താതാത്മ്യം പ്രാപിച്ചു എന്നുള്ള ഭാവത്തിലേക്കാണ് നമ്മുടെ സങ്കല്പം. നവരാത്രിയുടെ പ്രത്യേകത നവരാത്രി അവരിലേക്ക് അങ്ങ് എത്തിക്കട്ടെ. അവരിൽ നിന്ന് കിട്ടുന്ന ആ ഊർജവും എനർജിയും നമ്മിലേക്കും പകരട്ടെ. ഈ ചുറ്റുപാടും നമുക്ക് നിൽക്കുന്ന എല്ലാവരിലേക്കും അത് പ്രസരിക്കട്ടെ. ജന്മകർമ്മ ബീജങ്ങൾ ജീവജാലത്തിലൊക്കെയും മുളപ്പിച്ചു വളർത്തുന്ന ദേവി രോഹിണിയെ തൊഴാം. മുജ്ജന്മകർമ്മ ബീജങ്ങൾ ജീവജാലത്തിലൊക്കെയും മുളപ്പിച്ചു വളർത്തുന്ന ദേവി രോഹിണിയെ തൊഴാം. മുജ്ജന്മകർമ്മ ബീജങ്ങൾ ജീവജാലത്തിലൊക്കെയും മുളപ്പിച്ചു വളർത്തുന്ന ദേവി രോഹിണി. ജീവജാലത്തിലൊക്കെയും മുളപ്പിച്ചു വളർത്തുന്ന ദേവി ജീവജാലത്തിലൊക്കെയും
മുളപ്പിച്ചു വളർത്തുന്ന ദേവി രോഹിണിച്ചു വളർത്തുന്ന ദേവി രോഹിണിയെ തൊഴാം. മുജ്ജന്മകർമ്മ ബീജങ്ങൾ ജീവജാലത്തിലൊക്കെയും മുളപ്പിച്ചു വളർത്തുന്ന ദേവി രോഹിണിയെ തൊഴാം.